ബിഗ് ബോസ് വീട് നാളെ മുതൽ ഒരു 5 സ്റ്റാർ ഹോട്ടലായി മാറുകയാണ്. ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ടാസ്കുകളിൽ ഒന്നാണ് നാളെ മുതൽ നടക്കുന്നത്. ഇതൊരു വീക്ക്ലി ടാസ്ക് ആണ്. ഇതിനുവേണ്ടി പുറത്തുനിന്നും ഗസ്റ്റുകൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് വന്ന പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും ആ വീട്ടിലേക്ക് വന്നിരിക്കുന്ന കാഴ്ചയാണ്. ഇനി മുതൽ 3 ദിവസം ബിഗ് ബോസ് വീട്ടിൽ വലിയ ആഘോഷമാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ. ആ ഹോട്ടലിൽ പലതരത്തിലുള്ള എംപ്ലോയീസ് വന്നു കയറുന്ന ഓരോ ഗസ്റ്റിനെയും മാക്സിമം പ്രീണിപ്പിച്ചു നിർത്തുകയും അവരുടെ കയ്യിൽ നിന്ന് ടിപ്പ് വാങ്ങുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഓരോ ഹോട്ടൽ ജീവനക്കാരും ഈ ടാസ്കിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഷിയാസ് കരീം, ശോഭ വിശ്വനാഥ് 2 സീസണുകളിൽ ബിഗ് ബോസിൽ വളരെ മനോഹരമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച 2 ആൾക്കാരാണ്. ഷിയാസ് കരീം 1-ാം സീസണിലായിരുന്നുവെങ്കിൽ ശോഭ വിശ്വനാഥ് 5-ാമത്തെ സീസണിലായിരുന്നു. അഖിൽമാരാരും ശോഭ വിശ്വനാഥും തമ്മിലുള്ള ടോം ആൻഡ് ജെറി കോമ്പിനേഷൻ അത് മലയാളികൾക്ക് ആർക്കും മറക്കുവാൻ കഴിയുന്നതല്ല. പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വന്ന് കയറിയപ്പോൾ മുതൽ ശോഭ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നല്ല ഒന്നാന്തരമായി വീട്ടുകാരെ പരിഹസിക്കുന്നുണ്ട്. ഇത് 5 സ്റ്റാർ ഹോട്ടൽ തന്നെയാണോ അതോ ഡേ കെയർ ആണോ എന്നുള്ളൊരു അടിയാണ് ആദ്യം അടിക്കുന്നത്. ബി ഹോട്ടലിന്റെ സെക്യൂരിറ്റിയാണ് ജിസൈൽ. ജിസൈലിനോട് ചോദിക്കുന്നു, സെക്യൂരിറ്റി, ഈ തോക്കിനകത്ത് ഉണ്ടയുണ്ടോ? വന്നു കയറുന്ന അതിഥികൾ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട്, മാഡം പഠിച്ചതും വളർന്നതുമൊക്കെ എവിടെയാണ്? എന്നാൽ തൊട്ടടുത്തതായി കാണുന്നത് ഷിയാസ് കരീം അതിന് മറുപടി പറയുന്നത് പോലെയാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയല്ല, കാരണം മാഡം എന്ന് വിളിച്ചുകൊണ്ടാണ് ചോദ്യം. പക്ഷേ ഷിയാസ് കരീം ആണല്ലോ അതിന് മറുപടി പറയുന്നത്. ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് വളർന്നത്, പക്ഷേ പഠിച്ചതൊക്കെ സ്കൂളിലും കോളേജിലുമാണ്. അടുത്തതായിട്ട് ലക്ഷ്മി ഞങ്ങളുടെ ബിഹാഫിൽ വെൽക്കം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ശോഭ തിരിച്ചടിക്കുകയാണ്, പ്രോപ്പറായിട്ടൊന്ന് അഴുക്കൊക്കെ കളഞ്ഞിട്ട് കുളിച്ചിട്ട് വരാൻ. എന്തായാലും വരുന്ന 2-3 ദിവസക്കാലം ആ വീട്ടിലുള്ള ഓരോ ആൾക്കാരെയും മുൾമുനയിൽ നിർത്തുന്ന ദിവസങ്ങളായിരിക്കും. ശോഭ വിശ്വനാഥ് അതിനകത്ത് വന്നതുകൊണ്ട് ആര്യന് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ശോഭയും ആര്യനും ബന്ധുക്കളാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ബി ഹോട്ടലിലെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.